കണ്ടെയ്നർ ഫയർസ് ഒരു കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ് നമ്മൾ കാണുന്നത്. അത് കുറെ കൂടെ കൂടുതൽ കാർഗോ ക്യാരി ചെയ്യുന്നു. ഒരു ചാർട്ടറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു AMDG കാർഗോ എന്ന് വെച്ചാൽ ഈ പറയുന്ന ഹസാർഡസ് കാർഗോയുടെ ഒരു കണ്ടെയ്നറും ഈ പറയുന്ന റീഫർ കാർഗോയുടെ ഒരു കണ്ടെയ്നറും ക്യാരി ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അവർക്ക് അതിന് ഫ്രൈറ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ പറയുന്ന കെമിക്കൽസും ഈ പറയുന്ന റീഫർ കണ്ടെയ്നേഴ്സും വളരെ കൂടുതൽ ഇപ്പോൾ ഓരോ കണ്ടെയ്നറിലും നമ്മൾ ഓരോ കണ്ടെയ്നർ ഷിപ്സിലും ഇപ്പോൾ നമ്മൾ ക്യാരി ചെയ്യുന്നതാണ്. 2020 തൊട്ട് 2023 വരെ നോക്കുവാണെങ്കിൽ ഇത് വളരെയധികം ഈ കണ്ടെയ്നർ ഫയർസ് വളരെയധികം കൂടുന്ന ഒരു ട്രെൻഡ് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ 2023 ശേഷം ഈ പറയുന്ന കണ്ടെയ്നർ ഫയർസിന്റെ ഈ 20 തൊട്ട് 23 അത്രയധികം അപകടം നമ്മൾ കാണുന്നില്ല. കാരണം IMO അതിനെതിരെ വളരെ കൃത്യമായിട്ടുള്ള ഓരോ റൂൾസും റെഗുലേഷൻസും കൊണ്ടുവരുന്നുണ്ട്. പുതിയ ഫയർ ഡിറ്റക്ഷൻ, ഫയർ ഫൈറ്റിംഗ്, അതിനുള്ള പുതിയ കപ്പലുകളിലെല്ലാം അതിൻ്റെ പുതിയ എക്യുപ്മെൻറ്റും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷിപ്പർ ഒരു കണ്ടെയ്നറിൽ ഒരു കാർഗോ വയ്ക്കുമ്പോൾ അതിൻ്റെ ഡിക്ലറേഷൻ വളരെ കൃത്യമായിരിക്കണം. ഈ ഷിപ്പറിൻ്റെ ഡിക്ലറേഷനാണ് ഇനീഷ്യൽ കാർഗോ ഡിക്ലറേഷൻ. ഈ കാർഗോ ഡിക്ലറേഷനിൽ എന്തെങ്കിലും വ്യതിയാനം വന്നാൽ നമ്മൾ ഈ പറയുന്ന കാർഗോ സെഗ്രിഗേഷൻ ആണെങ്കിലും ഇതിൻ്റെ കാരേജിൻ്റെ റിക്വയർമെൻറ്റ്സ് ആണെങ്കിലും അതിലെല്ലാം വളരെ മാറ്റങ്ങൾ വരും. ഈ കാർ ഡിക്ലറേഷൻ കൃത്യമാക്കാൻ വേണ്ടി IMO വളരെയധികം ഗൈഡ് ലൈൻസ്, IMO മാത്രമല്ല ഈ പറയുന്ന പോർട്ടും, ഇപ്പോൾ ചൈന എടുത്തോട്ടെ, നമ്മൾ പറയുന്ന US എടുത്തോട്ടെ, കാനഡ എടുത്തോട്ടെ, വളരെയധികം വലിയ പോർട്ടുകളെല്ലാം ഇതിനെ വളരെ കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇൻ പ്ലേസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന കണ്ടെയ്നർ ഫയർസ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സതീഷ് സാർ പറഞ്ഞതുപോലെ കേരളക്കരയിൽ ഇതുപോലെ ഒരു അപകടങ്ങൾ നമ്മൾ അധികം കാണാത്തതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇത്രയധികം ഈ പറയുന്ന ആശങ്ക വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ കണ്ടെയ്നർ ഫയർസ് വളരെ ഉണ്ടാകുന്നതാണ് ലോകത്ത് ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ, എന്ന് വെച്ചാൽ സിംഗപ്പൂർ, US ഇതുപോലെ വലിയ വലിയ രാജ്യങ്ങളിൽ പോലും ഇതുപോലത്തെ കണ്ടെയ്നർ ഫയർസ് എല്ലാം വളരെ സർവ്വസാധാരണമായി നടക്കുന്നതാണ്. കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ കാർഗോ ഡിക്ലറേഷൻ, അതുപോലെ ഇത് ക്യാരി ചെയ്യുന്ന കണ്ടെയ്നറിൻ്റെ ഇൻസ്പെക്ഷൻസ്, ഇതെല്ലാം കറക്റ്റ് ആയില്ലെങ്കിൽ ക്യാരി ചെയ്യുന്ന കണ്ടെയ്നേഴ്സിൻ്റെ ക്വാളിറ്റി കുറവാണെങ്കിൽ ഇതെല്ലാം സംഭവിക്കാം. കപ്പലിൽ ഈ ഡിക്ലറേഷൻ നമുക്ക് ഡിക്ലറേഷൻ വഴി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സെഗ്രിഗേഷൻ ടേബിളിൽ വ്യത്യാസം വരാം. അതുപോലെ തന്നെ ഈ കാർഗോ ഒരു 2 കാർഗോ തമ്മിൽ കൂടെ ലോഡ് ചെയ്യാൻ പറ്റാത്ത കാർഗോ തമ്മിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ വരാം. ഇപ്പോൾ ഈ നമ്മുടെ ഈ ഫയർ നടന്നിരിക്കുന്ന വാൻഹായ് എന്ന് പറഞ്ഞ കപ്പലിൽ നമുക്ക് ക്ലാസ് 3, ക്ലാസ് 4.1, 4.2, ക്ലാസ് 6.1 ഈ 4 തരത്തിലുള്ള ഹസാർഡസ് കണ്ടെയ്നേഴ്സ് കപ്പലിലുണ്ട്. ഒരു കണ്ടെയ്നർ ഷിപ്പിൽ ഫയർ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഓൾറെഡി ആ കപ്പലിൽ അതിൻ്റെ ഫ്യൂവൽ ആയിട്ടുള്ള ഫ്യൂവൽ ഓയിലും ഡീസൽ ഓയിലും അതിനു പുറമെ പലതരത്തിലുള്ള കെമിക്കൽ, പലതരത്തിലുള്ള പറയുന്ന എൻവയറമെന്റലി ഹസാർഡസ് സബ്സ്റ്റൻസ് ഉണ്ട്. ഈ പല ഹസാർഡസ് കാർഗോവിൻ്റെയും ഫയർ ഫൈറ്റിംഗ് രീതികൾ പലതാണ്. ഇപ്പോൾ കഴിഞ്ഞ ഡിസ്കഷനിൽ നമ്മൾ MSC ELSA 3 നമ്മൾ സംസാരിച്ചതുപോലെ ചില ഇതിൽ മോയ്സ്ചർ വഴി അല്ലെങ്കിൽ വെള്ളം തൊട്ടാൽ അത് കത്തുന്ന തരത്തിലുള്ള കാർഗോ ഉണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഫയർ ഫൈറ്റിംഗ് രീതികളും പല കാർഗോയ്ക്ക് പല തരത്തിലുള്ള ഫയർ ഫൈറ്റിംഗ് രീതികളായിരിക്കും. അതുകൊണ്ടാണ് ഈ കണ്ടെയ്നർ ഷിപ്പിലെ ഒരു ഫയർ എന്ന് പറയുമ്പോൾ ഇത്രയധികം കോംപ്ലക്സ് ആയി വരുന്നത്. നമ്മൾ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം വന്നു, വളരെയധികം കപ്പൽ നമ്മുടെ തീരത്തൂടെ വരും. ഇനിയും ഇതിന്റെ കണ്ടെയ്നറുകൾ കൂടും. കാര്യം വിഴിഞ്ഞം തുറമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ പോലെ തന്നെ ഇത്രയും വലിയ 24,000 TU കണ്ടെയ്നർ ക്യാരി ചെയ്യാവുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കപ്പൽ ബർത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു തുറമുഖം നമ്മുടെ കേരള തീരത്ത് വിഴിഞ്ഞത്തിലുണ്ട്. ഇഷ്ടം പോലെ കപ്പലുകൾ, ഇനിയും വളരെയധികം കപ്പലുകൾ ഇനി നമ്മുടെ തീരങ്ങളിൽ വരും. അപ്പോൾ ഇതുപോലെ തന്നെ അപകടങ്ങളും കൂടും. അതിനു വേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കോസ്റ്റും നമ്മുടെ ഈ പ്രൊസീജിയേഴ്സും ഈ പറയുന്ന കപ്പലുകളും ഈ പറയുന്ന തരത്തിലുള്ള അപകടങ്ങളും കൗണ്ടർ ചെയ്യാൻ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അതാണ് പലതരത്തിലുള്ള കൺവെൻഷൻസ്. നമുക്ക് സ്വാഭാവികമായിട്ടും ഉയരുന്ന ഒരു സംശയം അതാണ്. കാരണം ഈ കണ്ടെയ്നറുകളിൽ ഇപ്പം അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സ്ഫോടനാത്മകമായിട്ടുള്ള പല ഘടകങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പം സ്വയം തീ കത്തുന്ന ചില ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ കരരൂപത്തിലുള്ള തീ പിടിക്കാൻ സാധ്യതയുള്ളതൊക്കെ. അതെ, സ്വാഭാവികമായിട്ടും ഇതൊന്ന് മോണിറ്റർ ചെയ്യേണ്ടതല്ലേ, അതിന്റെ ചില പ്രോട്ടോകോൾ ആവില്ലേ? അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു പാളിച്ച സംഭവിച്ചോ എന്നുള്ളത് ഇനിയെങ്കിലും അത് പരിശോധിക്കേണ്ടതല്ലേ? അതെ, ഇപ്പോ നമ്മൾ ഈ പറയുന്ന കപ്പലിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് സിംഗപ്പൂരിൽ നിന്ന് മുംബൈക്ക് പോകുന്ന കപ്പലാണ്. ഈ പറയുന്ന സിംഗപ്പൂർ എന്ന് പറയുന്ന ഒരു രാജ്യം, അവിടെ ഇപ്പോ പലതരത്തിൽ ഇപ്പോൾ ഇതിന് എനിക്ക് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു കൊല്ലം മുമ്പ് നിങ്ബോ എന്ന് പറയുന്ന ചൈനയിലെ ഒരു പോർട്ടിൽ ഒരു കണ്ടെയ്നർ പൊട്ടിത്തെറിച്ച് കുറെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ തരത്തിലുള്ള അപകടങ്ങൾ വരും. ഇപ്പോൾ ചൈന ആയാലും സിംഗപ്പൂർ ആയാലും ഇതിനെതിരെ പലതരത്തിലുള്ള ഇതിനെങ്ങനെ കൗണ്ടർ ചെയ്യാം, ഇതിലെങ്ങനെ വീണ്ടും ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാം എന്നുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്.
ഇനി ശരി. കേരള കോസ്റ്റ് ആണെങ്കിലും ഇന്ത്യൻ കോസ്റ്റ് ആണെങ്കിലും പലതരത്തിൽ ഇതനുസരിച്ചുള്ള ഇൻസ്പെക്ഷൻസും കാര്യങ്ങളും ഇനിയും ഇപ്പൊ സിംഗപ്പൂർ ആണെങ്കിലും ചൈന ആണെങ്കിലും ഒരു കണ്ടെയ്നറിൽ ഒരു കപ്പൽ അവരുടെ പോർട്ടിൽ പോകുമ്പോൾ അവിടെ നിന്ന് ആൾക്കാർ വന്ന് ഈ പറയുന്ന ഡിക്ലറേഷൻ എല്ലാം കറക്റ്റ് ആണോ, ഈ പറയുന്ന നമ്മൾ ചെയ്ത സെഗ്രിഗേഷൻ എല്ലാം കറക്റ്റ് ആണോ എന്ന് പറയുന്ന പലതരത്തിലുള്ള ഇൻസ്പെക്ഷൻസും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോർട്ട് സ്റ്റേറ്റ് കൺട്രോൾ, ഒരു പോർട്ടിൽ എത്തുമ്പോൾ ആ പോർട്ടിനെ കൺട്രോൾ ചെയ്യുന്ന പോർട്ട് സ്റ്റേറ്റ് കൺട്രോളിന്റെ ഇൻസ്പെക്ഷൻസിലും ഈ പറയുന്ന IMDG കാർഗോ, ഈ പറയുന്ന ഹസാർഡസ് കാർഗോന്റെ കൃത്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇൻസ്പെക്ഷൻ കാര്യങ്ങളും നടക്കുന്നതാണ്. കണ്ടെയ്നറിന്റെ ഇപ്പൊ പറയുന്ന കപ്പലുകളുടെ നമ്മുടെ ഇവിടെ കേരളക്കരയിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ കോസ്റ്റിലുള്ള കപ്പലുകളുടെ എണ്ണം കൂടുമ്പോൾ നമ്മളും ഈ പറയുന്ന ഇൻസ്പെക്ഷൻസ് കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആക്കണം. അതുപോലെ തന്നെ ഇപ്പൊ ചൈനയിലും US എല്ലാം ഉള്ളതുപോലെ SPRO എന്ന് പറയുന്ന ഷിപ്പ് പൊല്യൂഷൻ റെസ്പോൺസ് ഓർഗനൈസേഷൻ, ചൈനയിൽ ഒരു കപ്പൽ ഒരു പോർട്ടിൽ പോകുമ്പോൾ ഈ പറയുന്ന SPRO ഓർഗനൈസേഷനിൽ ഒരു കോൺട്രാക്ട് എഗ്രിമെന്റ് ഇല്ലാത്ത ഒരു കപ്പലിന് ഒരു ചൈനീസ് പോർട്ടിൽ പോകാൻ പറ്റില്ല. ഈ SPRO ചെയ്യുന്നത് നമ്മൾ 48 മണി മുമ്പ് ഈ കപ്പൽ ആ പോർട്ടിലെത്തുമ്പോൾ നമ്മൾ ഇവരെ ഇൻഫോം ചെയ്യുകയും അവർ ഈ കപ്പലിന് എന്തെങ്കിലും ഇതുപോലെ ഒരു ഓയിൽ സ്പില്ലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഹസാർഡ് സ്പില്ലോ ഉണ്ടായാൽ അവർ ഈ കപ്പൽ ആ പോർട്ടിൽ വന്ന് തിരിച്ചു പോകുന്നത് വരെ ഇവർ സ്റ്റാൻഡ് ബൈ ആയിരിക്കും. ഇതുപോലുള്ള ഓർഗനൈസേഷൻ ചൈന തുടങ്ങിയതും വളരെ ഇതുപോലത്തുള്ള അപകടങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ ശരി. നമ്മളും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം IMO വർക്ക് ചെയ്യുന്നുണ്ടോ, ഉറപ്പായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യൻ കൂടി ഇനി വരും. ശരി.